ലോകമെമ്പാടുമുള്ള വിവിധ രാജ്യങ്ങൾക്ക് മേൽ ഏപ്രിൽ 2-ന് യുഎസ് പ്രസിഡന്റ് ട്രംപ് പരസ്പര താരിഫ് പ്രഖ്യാപിച്ചു. ഇത് അന്താരാഷ്ട്ര തലത്തിൽ ഒരു വ്യാപാര യുദ്ധം സൃഷ്ടിച്ചുവെന്നാണ് പറയപ്പെടുന്നത്. അതേസമയം അമേരിക്കയോടുള്ള പ്രതികാരമായി അമേരിക്കൻ ഇറക്കുമതിക്ക് 34% തീരുവ ചുമത്തുമെന്ന് ചൈനയും പ്രഖ്യാപിച്ചു. 2-ാം തീയതി വൈറ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകരെ കാണുന്നതിനിടെയാണ് പ്രസിഡന്റ് ട്രംപ് പരസ്പര നികുതി പ്രഖ്യാപിച്ചത്. അതായത് ലോകരാജ്യങ്ങൾ അമേരിക്കയിൽ ചുമത്തുന്ന അതേ തുക നികുതി അമേരിക്ക തിരിച്ചു പിരിക്കുമെന്നർത്ഥം. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ട്രംപ് ഇതിനെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരുന്നു. ബുധനാഴ്ചയാണ് അദ്ദേഹം ഇതിനെക്കുറിച്ച് ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയത്. കയ്യിലൊരു ചാർട്ടുമായി മാധ്യമപ്രവർത്തകരെ കണ്ട ട്രംപ് ഏത് രാജ്യത്തിന് എത്ര നികുതി ചുമത്തിയെന്ന് വിവരിച്ചു. അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന എല്ലാ സാധനങ്ങൾക്കും 10% തീരുവ ഏർപ്പെടുത്തുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചു. നികുതി അടയ്ക്കാൻ ആഗ്രഹിക്കാത്ത കമ്പനികൾ അവരുടെ ഉൽപ്പന്നങ്ങൾ അമേരിക്കയിൽ തന്നെ നിർമ്മിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾക്ക് 10% മുതൽ 50% വരെ തീരുവ ചുമത്തുമെന്നാണ് ട്രംപ് പ്രഖ്യാപിച്ചത്. കംബോഡിയയ്ക്ക് 49% എന്ന ഏറ്റവും ഉയർന്ന ഇറക്കുമതി തീരുവ പ്രഖ്യാപിച്ചു. കൂടാതെ വിയറ്റ്നാമിന് 46%വും ശ്രീലങ്കയ്ക്ക് 44%വും തീരുവ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ 26% നികുതിയാണ് ചുമത്തുന്നത്. അതേസമയം ട്രംപ് ചൈനയ്ക്ക് 34% തീരുവ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എല്ലാ വർഷവും ഏറ്റവും കൂടുതൽ സാധനങ്ങൾ ചൈനയിൽ നിന്ന് അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിനാൽ ഇത് ചൈനീസ് കമ്പനികളെ സാരമായി ബാധിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. കൂടാതെ ട്രംപിന്റെ താരിഫുകൾക്ക് പ്രതികാരമായി ലോകമെമ്പാടുമുള്ള വിവിധ രാജ്യങ്ങൾ ഇതിനകം തന്നെ അമേരിക്കയ്ക്കെതിരെ താരിഫുകൾ പ്രഖ്യാപിക്കുന്നുണ്ട്. യുഎസ് ഇറക്കുമതിക്ക് തീരുവ പ്രഖ്യാപിക്കുന്ന ആദ്യ രാജ്യമായി കാനഡ മാറുകയും ചെയ്തു. അതേസമയം അമേരിക്കൻ ഇറക്കുമതിക്ക് ചൈനയും ഇപ്പോൾ തീരുവ പ്രഖ്യാപിച്ചു. അതായത് അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന എല്ലാ വസ്തുക്കൾക്കും 34% തീരുവ ചുമത്തുമെന്ന് ചൈന പ്രഖ്യാപിച്ചു. ഏപ്രിൽ 10 മുതൽ ഈ നികുതി പ്രാബല്യത്തിൽ വരുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് യുഎസ് നികുതി ഏപ്രിൽ 9-ന് പ്രാബല്യത്തിൽ വരുമെങ്കിലും ഈ ചൈനീസ് നികുതി ഏപ്രിൽ 9-ന് പ്രാബല്യത്തിൽ വരുമെന്ന് പ്രഖ്യാപിച്ചു.